ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 32 യേശുക്രിസ്തുവിലൂടെയുള്ള കരുണയുടെയും പുനരുത്ഥാനത്തിൻ്റെയും ഒരു പഴയ നിയമ നിഴലാണ് ഉൽപ്പത്തി 32 നാം കാണുന്നത്. ക്രിസ്തു ഒരു ദൈവദൂതന്റെ രൂപത്തിൽ യാക്കോബുമായി മല്ലയുദ്ധം നടത്തുന്ന സംഭവം ദൈവശാസ്ത്രജ്ഞന്മാർ ഒരു തിയോഫെനി അഥവാ ക്രിസ്റ്റോഫെനി ആയിട്ടാണ് കരുതുന്നത്. അതായത് തൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു ദർശനം. ലാബാനുമായി ഉടമ്പടിയിലേർപ്പെട്ടതിന് ശേഷം തൻ്റെ വഴിയായി പോകുന്ന യാക്കോബ് ദൈവദൂത സംഘത്തെ കണ്ടുമുട്ടുന്നു. ആ സ്ഥലത്തിന് അവൻ ദൈവത്തിൻ്റെ പാളയമെന്നർത്ഥം വരുന്ന മഹനയീം എന്ന് പേർ വിളിച്ചു. അവിടെ നിന്നും യാക്കോബ് തൻ്റെ ചില ആളുകളെ സേയീർ പർവ്വതത്തിൽ പാർക്കുന്ന തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ദൂതന്മാരായി അയച്ചു. 20 വർഷത്തെ തൻ്റെ പ്രവാസ ജീവിതത്തെപ്പറ്റി വിവരിച്ചും തനിക്ക് ദൈവം നൽകിയ സമ്പത്തിനെ പറ്റിയും ആ ദൂതന്മാർ വിവരിച്ചു. തന്നോട് കൃപ തോന്നണമെന്ന് യാക്കോബ് അപേക്ഷിക്കുന്നതായി അവർ ഏശാവിനെ അറിയിച്ചു. മടങ്ങി വന്ന ദൂതന്മാർ ഏശാവ് 400 ആളുകളുമായി യാക്കോബിനെ സ്വീകരിക്കാൻ വരുന്നു എന്നുള്ള വിവരം അവനെ അറിയിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ യാക്കോബിന് ഉൾക്കിടിലം നൽകുന്ന ഒരു വാർത്തയായിരുന്നു. തങ്ങളെ നശിപ്പിക്കുന്നതിനാണ് അവൻ്റെ ആ വരവെന്ന് യാക്കോബ് തെറ്റിദ്ധരിച്ചു. യാക്കോബ് തൻ്റെ കുടുംബത്തെ 2 കൂട്ടമായി വിഭജിച്ചു. ഏശാവ് ഏതെങ്കിലും കാരണവശാൽ ഒരു കൂട്ടത്തെ ഇല്ലായ്മ ചെയ്താൽ മറ്റേ കൂട്ടത്തിന് ഓടി രക്ഷപ്പെടാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നതിനായിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം യാക്കോബ് ദൈവത്തോട് അവൻ്റെ മുൻകാല വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന കഴിച്ചു. എബ്രായ ഭാഷയിൽ അപ്പനും പുരുഷന്മാരായ പൂർവ്വപിതാക്കന്മാർക്കും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബ് ദൈവം തൻ്റെ പൂർവികർക്ക് നൽകിയ വാഗ്ദത്തങ്ങളും തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളും പ്രാർത്ഥനയിൽ അനുസ്മരിച്ചതിനൊപ്പം ദൈവമുൻപാകെ എളിമപ്പെടുകയും താൻ ഒന്നിനും യോഗ്യനല്ലെന്ന് സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ദൈവം നൽകിയ നന്മകളെ എല്ലാം യാക്കോബ് ഓർത്തു. ഒരു വടിയോടുകൂടെ പോയവൻ 2 കൂട്ടമായി മടങ്ങി വന്നിരിക്കുന്നു. ഏശാവിൻ്റെ കയ്യിൽ നിന്ന് അവനെയും ഭാര്യമാരെയും മക്കളെയും രക്ഷിക്കണമേ എന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഏശാവ് 400 ആളുകളുമായി തൻ്റെ നേരെ വരുന്നുണ്ടെന്നറിഞ്ഞ യാക്കോബ് അക്ഷരാർത്ഥത്തിൽ ഭയവിഹ്വലനായി തീർന്നു. ഉൽപ്പത്തി 27 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബും അമ്മയും ചേർന്ന് അവൻ്റെ മുതിർന്ന ഇരട്ട സഹോദരനായ ഏശാവിനെ കബളിപ്പിച്ച് അവൻ്റെ ജ്യേഷ്ഠാവകാശവും സമ്പത്തും തട്ടിയെടുത്തത് എങ്ങനെയെന്ന് നാം വായിച്ചു. ആ സഹോദരനാണ് ഇപ്പോൾ 400 ആളുകളുമായി തൻ്റെ നേരെ വരുന്നത്. അവൻ ഏറ്റവും മോശപ്പെട്ടത് തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടു. യാക്കോബ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിടുതലിനു വേണ്ടി അപേക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഈ പാഠങ്ങൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അനുകരിക്കാവുന്നതാണ്. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ അനുനയിപ്പിക്കുന്നതിനും സാന്ത്വനപ്പെടുത്തുന്നതിനുമായി 3 സംഘത്തെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. 200 കോലാടിനെയും 20 കോലാട്ട് കൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ട് കൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളകളെയും 20 പെൺകഴുതകളെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ച് ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ദാസന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ യാക്കോബിന് മുൻപായി പോയി സംഘങ്ങൾക്ക് മധ്യേ ഇടയിട്ടിരുന്നു. യാക്കോബിന്റെ നിർദ്ദേശപ്രകാരം അവർ ഓരോരുത്തരും ഏശാവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഏറ്റവും ബഹുമാനത്തോടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും സമ്മാനങ്ങൾ യാക്കോബ് കൊടുത്തുവിട്ടതാണെന്നും അദ്ദേഹം പിന്നാലെ വരുന്നുണ്ടെന്നും അറിയിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പടിപടിയായി ഏശാവിനെ സന്തോഷിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യാമെന്ന് യാക്കോബ് പ്രതീക്ഷിച്ചു. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഉടനീളം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. ജന്മസമയത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സഹോദരനായ ഏശാവുമായുണ്ടായ സംഘർഷം 25 26 നാം കാണുന്നു. 31 ലാബാനുമായുണ്ടായ സംഘർഷങ്ങൾ
എന്നാൽ ഇപ്പോൾ ഇതാ ഏശാവിൻ്റെ മുമ്പിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് യാക്കോബ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ അഗ്നിപരീക്ഷയാണ് നേരിട്ടത്. ഒരിക്കൽ കുഞ്ഞായിരിക്കെ തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചവൻ ഇപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മൂർത്തരൂപത്തെ അള്ളിപ്പിടിക്കുന്നതായി നാം കാണുന്നു. ചില ബൈബിൾ പണ്ഡിതർ പറയുന്നു, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബ് മൽപ്പിടുത്തം നടത്തിയത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ഒരു ഭൗതിക പ്രത്യക്ഷത ആയിരുന്നെന്നാണ്. മറ്റു ചിലർ പറയുന്നത് അതൊരു ദൈവദൂതൻ മാത്രമായിരുന്നു എന്നാണ്. ഉൽപ്പത്തി 21:17 31:11 കൂടി വായിച്ചു നോക്കുക. അതെന്തായാലും ഒരു ദൈവീക പ്രത്യക്ഷതയുമായി യാക്കോബ് മല്ലയുദ്ധം ചെയ്യുകയും ദിവ്യകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം അത് അതിജീവിക്കുകയും ചെയ്യാനിടയായി. ആ സാഹസിക പോരാട്ടത്തിൽ ആ അവതാര പുരുഷന് നിസ്സാരമായി യാക്കോബിനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പോലും അവൻ യാക്കോബിനെ തോൽപ്പിച്ച് തള്ളിക്കളയാൻ തുനിഞ്ഞില്ല. പകരം അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു. എബ്രായ ഭാഷയിലെ ഈ തൊടൽ എന്ന പദം ദൈവത്തിൻ്റെ പ്രത്യേകതയാർന്ന സ്പർശനം എന്നാണ് അർത്ഥമാക്കുന്നത്. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദേശത്തെ തൊടുന്നതും 1 ശമൂവേൽ 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം മനസ്സിൽ തോന്നിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ അനുഭവവും ഈ സ്പർശനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് വേദനയുളവാക്കുന്ന സ്പർശനമാണ്. യോശുവ 9:19 വാക്യവും 2 ശമൂവേൽ 14:10 വാക്യവും വായിക്കുക. യാക്കോബിൻ്റെ കാലിൻ്റെ തടം ഉളുക്കി അവന് വേദനിച്ചിട്ടും യാക്കോബ് അവനെ വിട്ടില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. അബ്രഹാമിൻ്റെ അനുഗ്രഹം നേരത്തെ തന്നെ ദൈവം യാക്കോബിന് നൽകിയിരുന്നതായി ഉൽപ്പത്തി 28-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്ന മല്ലയുദ്ധത്തിന് ശേഷം ദൈവം അവന് പുതിയ ഒരു പേര് നൽകി. ഉബായി എന്നർത്ഥമുള്ള യാക്കോബ് എന്ന പേര് മാറ്റി അവൻ ഇസ്രായേൽ എന്ന പേര് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ദൈവത്തോട് മല്ലടിച്ചവൻ എന്നാണ്. കൂടാതെ ദൈവത്തോട് കൂടെ ഉള്ള രാജകുമാരൻ എന്ന അർത്ഥവും ഇസ്രായേൽ എന്ന പദത്തിനുണ്ട്. യാക്കോബ് തിരിച്ച് ദൈവദൂതൻ്റെ പേര് ചോദിച്ചെങ്കിലും അവന് ഉത്തരം ലഭിച്ചില്ല. എന്നിരുന്നാലും ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവവുമായി ഏറ്റുമുട്ടുകയും രൂപാന്തരീകരണം പ്രാപിക്കുകയും ഇസ്രായേൽ എന്ന പുതിയ നാമത്തിന് ഉടമയാവുകയും ചെയ്തതിനാൽ ആ സ്ഥലത്തിന് യാക്കോബ് പെനിയേൽ എന്ന് പേരിട്ടു. ദൈവവുമായി മുഖാമുഖം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ബേഥേലിൽ വെച്ച് സൂര്യൻ അസ്തമിച്ച കാര്യം ഓർമ്മിക്കുക. 28-ാം അധ്യായം 11-ാം വാക്യം. തുടയുടെ ഉളുക്ക് കാരണം യാക്കോബ് അന്നു മുതൽ മുടന്തിയാണ് നടന്നത്. യാക്കോബിൻ്റെ തുടയിലെ ഞരമ്പ് ദൈവം തൊട്ടതുകൊണ്ട് ഇസ്രായേൽ മക്കൾ തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. യാക്കോബ് സ്വന്തമായ ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കാൻ ശ്രമിച്ചിടത്ത് നിന്നും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയനാക്കപ്പെടുന്ന അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ പാഠമാണ് ഉൽപ്പത്തി 32-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി ഒരു ക്രിസ്ത്യാനി കർത്താവിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെയും രൂപാന്തരത്തിൻ്റെയും സർവോപരി ദൈവാശ്രയത്തിൻ്റെയും ക്രിസ്തീയ പാഠങ്ങൾ ഈ അധ്യായം ഉയർത്തിക്കാട്ടുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.